എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലബാറിൻ്റെ സ്വന്തം ഉന്നക്കായാണ്. ഉന്നക്കായ ഒരു പുതിയ ഡിഷൊന്നുമല്ല, നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഡിഷ് തന്നെയാണ്. പക്ഷേ വീണാസ് കറി വേൾഡിൽ ഉന്നക്കായ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നോമ്പുതുറയായിട്ട് ഉന്നക്കായ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മാംഗോ കുൽഫിയുടെ റെസിപ്പി ഇടാൻ നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും കുറേ പേര് കണ്ടിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അത് മറക്കരുത് കേട്ടോ. ഒട്ടുമായി കണ്ട് നമുക്ക് എങ്ങനെയാണ് മലബാർ സ്പെഷ്യൽ ഉന്നക്കായ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പഴമാണ്, നേന്ത്രപ്പഴം. അപ്പോൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത പഴം എടുക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേസമയം ഒട്ടും പഴുക്കാത്ത പഴവും വേണ്ട, ഒരു മീഡിയം ആയിട്ട് പഴുത്തിരിക്കുന്ന പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ പുഴുങ്ങാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീമറിൽ പുഴുങ്ങാം. ഒന്നുമില്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ വേറൊരു പാത്രത്തിൽ പഴം മുറിച്ച് വെച്ചിട്ട് അതിൽ അടച്ചു വെച്ചിട്ടും പുഴുങ്ങാം. എങ്ങനെയാണെങ്കിലും പുഴുങ്ങിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഞാൻ പണ്ട് കാണിച്ചിരുന്ന പോലെ തന്നെ ഓവനിലാണ് പുഴുങ്ങിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഓവൻ പ്രൂഫ് ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് പഴം, ഞാനിപ്പോൾ ഒരു പഴത്തിന് 2 കഷ്ണമായിട്ട് മുറിക്കുകയാണ്. അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒരല്പം വെള്ളം ഒഴിക്കുക, കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ പഴം സ്റ്റീം ചെയ്തെടുക്കേണ്ടത് ആ രീതിയിൽ സ്റ്റീം ചെയ്യുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറിയ ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒരുപാട് അങ്ങ് ചൂടാറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടയ്ക്കുമ്പോൾ നല്ല നൈസായിട്ട് ഉടച്ചെടുക്കാൻ പറ്റില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ചൂടോടുകൂടി തന്നെ പഴം ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ തൊലി കളയുക. പിന്നെ നാരൊക്കെ ഉണ്ടാവും, കണ്ടോ? ഈ നാരൊക്കെ ഉണ്ടെങ്കിൽ കാണണമെങ്കിൽ പറ്റുകയാണെങ്കിൽ കളയുക. മൊത്തത്തിലുള്ള നാര് ഞാൻ കളയട്ടെ. അതിന് ശേഷം നമുക്ക് ഇത് ഉടച്ചെടുക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം മുറിച്ചതിന് ശേഷം ഉള്ളിൽ കാണുന്ന കുരുല്ലേ, അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. നിർബന്ധമൊന്നുമില്ല, ചിലർ റിമൂവ് ചെയ്യാറില്ല. പക്ഷെ നമുക്ക് റിമൂവ് ചെയ്ത് കളയുന്നതാണ് ആ ഭംഗി. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ അതങ്ങ് റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ പഴത്തിൻ്റെ ഉള്ളിലത്തെ ഈ കുരു റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഇനി നമുക്ക് ഈ പഴത്തിനെ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ മാഷർ വെച്ചിട്ടോ നന്നായിട്ട് അങ്ങ് മാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിലവരത് മിക്സിയിൽ അടിക്കാറുണ്ട്. പക്ഷേ മിക്സിയിൽ അടിക്കുമ്പോൾ അടിക്കാൻ പറ്റണമെങ്കിൽ അടിച്ചോളൂ. പക്ഷേ വെള്ളമൊന്നും ചേർക്കാണ്ട് മിക്സിയിൽ അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതുപോലെ തന്നെ ഫോർക്ക് വെച്ചിട്ടോ മാഷർ വെച്ചിട്ടോ ചെയ്താൽ മതി. ഇത് കുഴച്ച് വരുമ്പോൾ ഒരു പൂരിയുടെ മാവ് കുഴച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു പരുവത്തിൽ വരണം. വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക. അതല്ലെങ്കിൽ കുറച്ച് അരിമാവ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ദിവസം ചെയ്തപ്പോൾ ബ്രെഡ് ക്രംസ് ആണ്, അരിമാവിനേക്കാളും പകരമായിട്ട് ഞാൻ ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് അങ്ങ് മാഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പഴം ഞാൻ നന്നായിട്ട് മാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റോടെ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. മാവിൽ വെള്ളം കൂടിയ പോലെ തോന്നുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പോൾ മാവിന് കുറച്ചും കൂടെ കട്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ളിലത്തെ ഫില്ലിങ് റെഡിയാക്കാം. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. ചൂടാവട്ടെ. നമുക്ക് ആ കടായിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് എനിക്ക് ബേസിക്കലി അത്ര താല്പര്യമില്ല. അപ്പോൾ നെയ്യ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഒരു ടീസ്പൂൺ മാത്രം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ, ആ ഒരു ചെറിയൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി മാത്രം. പിന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കാൻ പോകുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നെയ്യ് മാത്രം മതിയെങ്കിൽ കൂടുതൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടും കൂടി മിക്സ് ചെയ്തുണ്ടാക്കാം. ഓക്കെ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായി ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലോട്ടൊരു 10 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പകുതിയായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പിൻ്റെ എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അപ്പോൾ ഇട്ട വശം തന്നെ അണ്ടിപ്പരിപ്പൊക്കെ കരിഞ്ഞു പോകും. അതങ്ങ് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. അത് ഏകദേശം ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന സമയത്ത് വേണം നമുക്കതിലോട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കാൻ. കിസ്മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമുന്തിരി. ഉണക്കമുന്തിരിയുടെ ടേസ്റ്റ് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരി നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി കൊണ്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ചെറിയൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കാം, ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉണക്കമുന്തിരിയുടെ എണ്ണവും നിങ്ങൾക്ക് താല്പര്യമുള്ള അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റായിട്ട് വരട്ടെ. ആ സമയത്തോടെ നമുക്കതിലോട്ട് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും അത്യാവശ്യം റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കതിലോട്ട് വളരെ നൈസായിട്ട് ചെറുകിയിരിക്കുന്ന നാളികേരം വേണം ചേർത്ത് കൊടുക്കാൻ. ചിലർ നാളികേരം ചെരുകുമ്പോൾ ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് നാളികേരം കിടക്കുന്നത് കാണാം. അത് പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല നൈസായിട്ടുള്ള നാളികേരം വേണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അത് ഒരു 3/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട നമുക്ക് നാളികേരം. ഫില്ലിങ് വളരെ കുറച്ച് നമ്മളതിൽ ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഉന്നക്കായുടെ വലിപ്പം അനുസരിച്ച് ഫില്ലിങ് മാറ്റം വരും കേട്ടോ. ഞാൻ എപ്പോഴും ചെറിയ സൈസിൽ ഉന്നക്കായ ഉണ്ടാക്കാറ്.
അപ്പോൾ ആ നാളികേരം കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് ഗോൾഡൻ കളർ ആവാൻ നിൽക്കണ്ട. കാരണം ഒരുപാട് ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ, ഭയങ്കര റഫായിരിക്കുന്ന പോലെ തോന്നാറുണ്ട് ചില ഉന്നക്കായ കഴിക്കുമ്പോൾ. ഉള്ളിലത്തെ ഫില്ലിങ് ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാൻ, ആകെ ഒരു ഡ്രൈ ആയിരിക്കുന്ന പോലെ തോന്നും. എനിക്കങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഫില്ലിങ് അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് മൂപ്പിക്കാറില്ല. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേസമയം നിങ്ങൾക്കിപ്പോൾ ഒരുപാട് അങ്ങ് ഫ്രൈ ആവണം എന്നുണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ. ഈ നാളികേരം ഒരുപാട് മൂപ്പിക്കാം, നല്ല ഗോൾഡൻ കളർ ആക്കാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അധികം ഗോൾഡൻ കളർ ആക്കാത്ത രീതിയിൽ ഫില്ലിംഗ് ആണ്. മാത്രമല്ല ചില സ്ഥലത്ത്, അപ്പോൾ എനിക്ക് മുഴുവനും ശരിയാണെന്ന് അറിയില്ല, നമ്മൾ തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് പൂർണ്ണമായി അറിയില്ല ശരിയാണെന്ന്. പക്ഷേ കണ്ണൂർ സൈഡിലൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ നാളികേരത്തിന് പരമായിട്ട് അവർ മുട്ട മാത്രമാണ് ചേർത്ത് കൊടുക്കാറ്. അതുപോലെ തന്നെ ഇപ്പോൾ ചിലവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ നാളികേരത്തിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇപ്പോൾ നാളികേരം ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് മുട്ട അങ്ങ് ബീറ്റ് ചെയ്ത് ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ മുട്ട താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പ്യുവർ വെജിറ്റേറിയൻ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുന്നില്ല. ഓക്കെ, നമുക്കിനി ഇതിലോട്ട് അല്പം ഏലക്കയുടെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ എത്ര ഇഷ്ടമാണോ അത്രയ്ക്ക്. പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക പൗഡറാണ്. ഒരു 1/4 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് ഏലക്കയുടെ ഫ്ലേവർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒന്നും കൂടെ ആവാനുണ്ട്, അപ്പോഴാണ് ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറുള്ളൂ നാളികേരത്തിൻ്റെ. അതായി കഴിഞ്ഞ് നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഒരു നുള്ള പാടുള്ളൂ കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം, ഒരുപാട് ഉപ്പിടാൻ പാടില്ല, ശ്രദ്ധിക്കുക. ഇത് മലബാറിൻ്റെ സ്വന്തം ഉന്നക്കായാണ്. നമ്മുടെ തൃശ്ശൂർക്കാർക്ക് പഴംപൊരിയൊക്കെ തന്നെയാണ് കൂടുതലുള്ളത്. പക്ഷേ ആ മലബാറിലോട്ട് സൈഡിലോട്ട് പോകുന്തോറും പലതരം ഒരുപാട് വിഭവങ്ങളുണ്ട്. സ്നാക്സ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഒരുപാട്, അവരുടെ ഒരു സ്നാക്സിൻ്റെ രാജാക്കന്മാരാണ് മലബാറുകാർ. പലതരം വെറൈറ്റീസ് ഓഫ്, ഒരു പഴം കൊണ്ട് തന്നെ എന്തോരം വിഭവങ്ങളാണെന്ന് അറിയാമോ. അപ്പോൾ തീർച്ചയായിട്ടും പതുക്കെ ഓരോന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, എൻ്റേതായ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നെയ്യിൻ്റെ സ്മെല്ല് എനിക്ക് ഒരുപാട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നെയ്യ് ഇടാത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. അതേസമയം ഓവറായിട്ട് അങ്ങ് ഫ്രൈ ആയിട്ടുമില്ല, അങ്ങനെ മൂത്ത് എന്താ പറയുക ഗോൾഡൻ കളർ ആയിട്ടുമില്ല. തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇപ്പോഴും. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് ഡിപ്പെൻസ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര അളവിൽ മാറ്റം വരുത്താം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ആദ്യം ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കിടന്നിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവണം, അതുവരെ നമ്മളിതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഒഴിച്ചപ്പോഴേക്കും അത് ക്യാമറ ഇതായിപ്പോയി, വന്നില്ല, സോറി. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അതേസമയം നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ഫില്ലിങ്ങും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല ഞാൻ ഇതിൻ്റെ മധുരം ഒന്ന് നോക്കട്ടെ. മധുരം നോക്കിയിട്ട് പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എനിക്ക് കറക്റ്റാണ് കേട്ടോ. എനിക്കിപ്പോൾ ഈ 3/4 ഗ്ലാസ് നാളികേരത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റാണ്. ഞാൻ മീഡിയം ഷുഗർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതേസമയം നല്ലോണം ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ ആവാം. അതുപോലെ തന്നെ ഇതിൽ നോക്കിയിട്ട് ഏലക്കയുടെ ഫ്ലേവർ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് മാറ്റി വയ്ക്കാം. ഈ ഫില്ലിങ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അത് നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ചൂടാറിയിട്ടുണ്ട്. ഞാനിതൊരു 15 മിനിറ്റ് പഴം മിക്സ് ചെയ്തത് കുഴച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതങ്ങ് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ എടുത്ത് വെക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ കയ്യിലൊന്ന് 2 കയ്യിലും ഒന്ന് പരട്ടി കൊടുക്കുക. ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് എടുത്ത് ഉരുട്ടി വെക്കാൻ പോകുന്നത് ആ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ ഒട്ടിപ്പിടിക്കില്ല, എടുക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് നമുക്ക് എത്ര വലിയ ഉന്നക്കായ വേണോ അത്രയും വലിയ ഉരുളകൾ അല്ലെങ്കിൽ അത്രയും ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ഉരുട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ കൈ ഞാൻ പറഞ്ഞില്ലേ ഗ്രീസ് ചെയ്തിട്ടുണ്ട്, ആ കയ്യിൽ വെച്ചിട്ട് ഇതിങ്ങനെ, അന്ന് ഞാൻ മുട്ട കബാബ് കാണിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ ഈ പഴം ഇതുപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഉള്ളിൽ ഈ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ്, അതായത് കൂടുതൽ പഴുത്ത പഴമാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പറ്റാറില്ല. അങ്ങനെ വരുമ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചതിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളത് മാറി കിട്ടിക്കോളും. ഓക്കെ, ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റണം, മനസ്സിലായ? എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ചെറിയ ഉന്നക്കായ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് കബാബ് ചെയ്ത പോലെ തന്നെ ഉന്നക്കായൻ്റെ ഷേപ്പിൽ അങ്ങ് അടച്ചു കൊടുത്തിട്ട് ഇതങ്ങ് ഉരുട്ടിയെടുക്കുക, ഷേപ്പാക്കി എടുക്കണം. കയ്യിൽ വെച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പ് ആയിക്കോളും.
പൊട്ടലുകളൊന്നും ഉണ്ടാവാൻ പാടില്ല, പുറത്തേക്കൊന്നും ഫില്ലിങ്സ് ഒന്നും വരാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ഒരു ഷേപ്പില്ലേ, ആ ഷേപ്പ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഉന്നക്കായയുടെ വറുക്കാനുള്ള പരുവത്തിൽ റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ വീണ്ടും കൈ ഒന്ന് ഗ്രീസ് ചെയ്യുക, അടുത്ത ഉരുളി എടുക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വലിയ ഉന്നക്കായ വേണമെന്നുണ്ടെങ്കിൽ വലിയ ഉരുളി എടുക്കണം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. പക്ഷേ എപ്പോഴും ചെറിയ ഉന്നക്കായ ആയിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നാറുണ്ട് എപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം ആ സൈസിൽ നമുക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് അമൗണ്ടിലേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും ചെയ്യാം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നല്ല ടൈറ്റ് ആയിക്കോളും. പിന്നെ നന്നായിട്ട് ഉടയണം. നമ്മുടെ ഇത് നന്നായിട്ട് മാഷ് ചെയ്യാൻ മറക്കരുത്. ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ മാഷ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ വെച്ച് ചെയ്തു, പക്ഷേ ഞാൻ മിക്സിയിൽ വെച്ച് ഞാൻ ചെയ്യാറില്ല സാധാരണ രീതിയിൽ, അതിൻ്റെ ആവശ്യം വരാറില്ല. അപ്പോൾ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ കിട്ടുന്ന രീതിയിൽ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ മുട്ട എന്നുണ്ടെങ്കിൽ മുട്ടയുടെ ഫില്ലിംഗ് ആണെങ്കിൽ മുട്ടയുടെ ഫില്ലിംഗ്, എന്താണ് നിങ്ങൾക്ക് താല്പര്യം അത് ചെയ്യുക. ഇപ്പോൾ ഇതെല്ലാവരും എല്ലാ യൂട്യൂബേഴ്സ് ഇട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഇതിൽ പുതുമയൊന്നും ഇല്ല. എന്നാലും വീണ ചേച്ചി എന്താ ഇടാത്തതെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ എല്ലാം ഉരുട്ടിയെടുക്കുക. ഒരു ക്രാക്സും ഉണ്ടാവാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാം നോക്കുക, ഒരു സൈഡിലും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് വയ്ക്കുക. അത് ഞാൻ മൊത്തത്തിൽ ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വറുത്തെടുക്കാം. ഓക്കെ, 7 ഉന്നക്കായ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അളവ് വെച്ചിട്ട് 8 ഉന്നക്കായ്ക്കുള്ള അളവുണ്ട്. പക്ഷേ എൻ്റെ ചെറിയ മോനുണ്ടല്ലോ ഈ ഫില്ലിങ് ഇഷ്ടമില്ല, അതായത് ഉള്ളിൽ നാളികേരം വെക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് അവന് വെറുതെ ഈ പഴം വേവിച്ച് ഉടച്ചത് മാത്രം ഞാൻ ജസ്റ്റ് ഉന്നക്കായുടെ ഷേപ്പിലാക്കാൻ പോവുക. എന്നിട്ട് അത് വറുത്ത് കൊടുക്കാറുണ്ട്. അത് ഭയങ്കര ഇഷ്ടം. ഇവിടെ അവിക്കും നന്ദുവിനും അതാണ് ഇഷ്ടം. ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ അവർക്ക് മാത്രം ഇതുപോലെ ചെറിയ ഏത് ഷേപ്പിൽ വേണമെങ്കിലും, ഉന്നക്കായുടെ ഷേപ്പിലാണെങ്കിൽ അത്രയും നല്ലത്, കാരണം പിള്ളേർക്ക് കാണുമ്പോൾ ഒരു ഭംഗിയില്ലേ. പക്ഷെ ഉള്ളിൽ ഫില്ലിങ് ഇല്ലാണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ 8 ഉന്നക്കായ്ക്കുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 7 ഉണ്ടാക്കിയിട്ട് 1 ഫില്ലിങ് ഇല്ലാത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്കിപ്പോൾ ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കാം, അതിനുശേഷം ആ സമയത്ത് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഉന്നക്കായുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കിയാൽ നാളേക്കും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് 1 2 ഒക്കെ ബാക്കി വരുമ്പോൾ പിറ്റേ ദിവസം കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചൂടോട് കൂടിയും കഴിക്കാൻ അത്രയും നല്ലതാണ്, അതേപോലെ തന്നെ തണുത്ത് കഴിഞ്ഞാലും നല്ലതാണ്. അപ്പോൾ ഉന്നക്കായ അതേസമയം പൊട്ടറ്റോ ബോണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് അപ്പം തന്നെ ചൂടോട് കൂടി കഴിക്കണം, അല്ലെങ്കിൽ പൊട്ടറ്റോ ബോണ്ടയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉന്നക്കായനെ കുറിച്ചൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് നോമ്പ് തുറക്കൊക്കെ പിന്നെ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളതിൻ്റെ ഉസ്താദുമാരല്ലേ. അപ്പോൾ അതേസമയം ഉന്നക്കായ അതിനെക്കുറിച്ച് അറിയാത്തവരോടാണ് കേട്ടോ ഞാനിത് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഉന്നക്കായ വറുത്ത് കോരാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക, അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഓയിൽ ചൂടാവട്ടെ, ഒരു മീഡിയം ചൂടാവുന്ന സമയത്ത് നമുക്കതിലോട്ട് ഉന്നക്കായ ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് നമുക്ക് ഉന്നക്കായ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കൈയൊന്നും പൊള്ളിക്കരുത്. മീഡിയം ചൂടായിരിക്കുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് 2 ബാച്ചായിട്ട് ഇത് വറുത്തെടുക്കാം. 4 വീതം ഇട്ട് കൊടുക്കുക. ഇത് 2 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടുക. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് മറിച്ചിട്ടിട്ട് ആ ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ചൂട് സൂക്ഷിക്കുക, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് കറക്റ്റ് എല്ലാ സൈഡിലും ഒരേ കളർ ആവുന്ന വരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഭയങ്കര ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ചിലർ തീരെ പഴുക്കാത്ത പോലത്തെ പഴം എടുത്തിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പഴത്തിനൊരു കറി ഉണ്ടാവില്ലേ, ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. അതേസമയം ഇച്ചിരി പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഓവറായിട്ട് പഴുക്കാതെ സൂക്ഷിച്ചാൽ മതി. അതേസമയം തീരെ പച്ചയാവേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം രീതിയിൽ പഴുത്തിരിക്കുന്ന പഴം ചെയ്യാം നമുക്ക്. ഇതൊരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള റെസിപ്പിയാണ്. കറക്റ്റ് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കുറേ പേര് ഹെൽത്ത് കോൺഷ്യസ് ആണ്, അതുകൊണ്ട് ഇപ്പോൾ കുറേ പേര് ബേക്ക് ചെയ്തെടുക്കുന്നവരുണ്ട്. അപ്പോൾ ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രിയിൽ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യുക, പിന്നെ കൺവെൻഷൻ ഓവനിൽ 180 ഡിഗ്രിയിൽ സമയം എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ 10 മിനിറ്റൊക്കെ ആദ്യം ചെയ്ത് നോക്കുക. പിന്നെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ടൈം വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ടുള്ള ഉന്നക്കായ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഫ്രൈ ചെയ്യുന്ന ടേസ്റ്റ് അതിന് കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ചില കാര്യങ്ങൾ നമ്മൾ പറയും ബേക്ക് ചെയ്യണമെന്ന്, പക്ഷേ ഫ്രൈ ചെയ്യുന്ന ആ ടേസ്റ്റ് ബേക്ക് ചെയ്യുമ്പോൾ ചിലതിന് കിട്ടാറില്ല. കുറച്ചും കൂടെ നേരം ആയി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ ഉള്ളപ്പോൾ ഞാൻ എടുക്കാൻ പോവുകയാണേ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളറാകുമ്പോൾ എടുത്തോളൂ. ഓവറായി കഴിഞ്ഞാൽ ഇപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഓരോന്നും നമുക്കങ്ങ് കോരി സ്ട്രെയിനറിലോട്ടോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂലോട്ടോ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത 4 കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂട് മീഡിയം തന്നെ ആയിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇതും അതുപോലെ തന്നെ റെഡി ആകുമ്പോൾ കോരി മാറ്റി വയ്ക്കാം കേട്ടോ. ഇതാ നമ്മുടെ ഉന്നക്കായ അപ്പോൾ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം ടേസ്റ്റിയാണ്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോഴേക്കിനും ഞാൻ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഉന്നക്കായ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുറിച്ചു. അപ്പോൾ ജസ്റ്റ് ഒരു പീസ് ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. എന്താ ഞാൻ പറയാം, അടിപൊളിയായിട്ടുണ്ട്, അതെന്നെ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഒരു സംഭവമായിരുന്നു എപ്പോഴും അതെ പഴംപൊരി. അതുപോലെ തന്നെ ഇപ്പോൾ ഉന്നക്കായ എൻ്റെ പ്രിയപ്പെട്ട ഒരു വിഭവം തന്നെയാണ്. പെർഫെക്റ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, ടെക്സ്ചറൊക്കെ നല്ല രസമായിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മലബാറിൻ്റെ പ്രിയപ്പെട്ട ഉന്നക്കായ. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അല്ല പഠിക്കാതെ. You can't put a camera in front of a person and say, I'm not filming you at all. No. Food. വേഗം എഴുതി അമ്മയ്ക്ക് കാണിച്ചാൽ നന്ദു പ്ലീസ്. In front of camera, I should seriously use the ability to speak. I am not speaking. വേഗം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത പരിപാടിക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല അച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു നാളെ പരീക്ഷ SST അല്ലേ, നീ വേറെ വല്ല പരീക്ഷ മാറ്റി കൊടുത്തോ? You are filming. വേഗം അവിടെ നന്ദു. No shouting.